ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം എന്നൊന്ന് നോക്കാം. ഫ്രഞ്ച് സമൂഹത്തിനെ കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫ്രഞ്ച് സൊസൈറ്റി, ഫ്രഞ്ച് സമൂഹം ആ വിപ്ലവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിപ്ലവത്തിന് മുമ്പ്, അതിന് കുറച്ചധികം മുമ്പായിട്ട് നിരവധി സ്ട്രാറ്റകളായിട്ടാണ്, ലെയറുകളായിട്ടാണ് തരംതിരിച്ചത്. ഒരു സമൂഹം ആ തരത്തിൽ തരംതിരിക്കപ്പെടുമ്പോൾ അത് തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഇസ് ഓൺലി ഫോർ എക്സ്പ്ലോയിറ്റേഷൻ. There is no friendly relation among them. 3 stratas there. അവരെന്തിനാണ് ഇവരെ കണ്ടിരുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഫ്രഞ്ച് സൊസൈറ്റിയെ 3 തട്ടുകളായിട്ടാണ് തരംതിരിച്ചിരുന്നത്. ഒന്ന് ഫസ്റ്റ് എസ്റ്റേറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലർജി. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് തന്നെയാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്, ഒന്നാം തട്ട് എന്ന് പറയുന്നത്. അതിനെ ഫസ്റ്റ് എസ്റ്റേറ്റ്, ഒന്നാം എസ്റ്റേറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്ലർജി. ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതവർഗം. പുരോഹിതവർഗം അവരധ്വാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടേതായ രീതിയിലുള്ള അധ്വാനമുണ്ട്. ആ അധ്വാനം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, സുഖകരമായിട്ടുള്ള ഒരു അധ്വാനമാണ്. അവരിയ്ക്കുന്ന സ്ഥലത്ത് അവരുടെ ഉപഭോക്താക്കൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ ക്ഷേത്രങ്ങളായാലും മോസ്കായാലും ചർച്ചായാലും ഭക്തൻ അവിടെ ചെല്ലുന്നു. ആ ഭക്തന്റെ കയ്യിൽ നിന്നുള്ള പണം അതേത് മതത്തിലായാലും പുരോഹിതൻ വാങ്ങിക്കുന്നു. തിരിച്ചു കൊടുക്കുന്നത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അമൂർത്തമാണ്. കിട്ടുന്നു എന്നവർ പറയുന്നു, ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കുന്നതായിരിക്കും പലതും. പക്ഷേ they claim because of their blessing. ഇത് അമൂർത്തമാണ്. രണ്ടാമത്തത് നൊബിലിറ്റിയാണ്. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രഭുവർഗമാണ്. ഇതെങ്ങനെയുണ്ടായി എന്നത് രസകരമാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നില്ല, കുറച്ച് മാത്രം പറയാം. ഇപ്പൊ നിങ്ങൾ ബാഹുബലി എന്ന് പറയുന്ന സിനിമ കണ്ടു. നിങ്ങളെല്ലാവരും കണ്ടവരാണ് ബാഹുബലി. ആ ബാഹുബലിയില് തിങ്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാട്ടാള വർഗം ആ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നുണ്ട്. ഈ ആക്രമിക്കാൻ വരുന്ന ആളുകളെ ആ പ്രദേശത്തുള്ള ആളുകൾ തോൽപ്പിക്കുകയല്ലാതെ മാർഗമില്ല. തോൽപ്പിക്കുക എന്നത് വളരെ നല്ലൊരു വാക്കാണ്. പക്ഷേ ഇവിടെ ഈ തരത്തിൽ ആക്രമിക്കാൻ വരുന്ന ആളുകളെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊന്നൊടുക്കുക, അതിൽ തോറ്റവരെ തടവിലാക്കുക എന്നതേ ഉള്ളൂ. അതേസമയം അവർ ജയിക്കുകയാണ് എങ്കിൽ, പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഈ കിരാതവർഗങ്ങൾ, കാട്ടാളവർഗങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് സംഘടിച്ചു വരികയും സമ്പൽ സമൃദ്ധമായ പ്രദേശങ്ങളെ അടിച്ച് തകർത്ത് കൊന്ന് കൊലവിളിക്കും. അപ്പോ അതിൽ ഈ വന്ന ആക്രമണകാരികൾ വിജയിക്കുമ്പോൾ ഇതിനകത്ത് അവശേഷിക്കുന്ന ജനത ഇവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ വന്ന ആളുകൾക്ക് ഈ ആക്രമിച്ച് കീഴടക്കിയ ആള് അല്ലെങ്കിൽ അതിന്റെ നേതാവ് ആ ഭൂമി പങ്കുവെക്കും. മനസ്സിലാവുന്നുണ്ടോ? ചോര വീണ മണ്ണാണ്, അത് പങ്കുവെക്കുന്നു. അവന്മാരാണ് യൂറോപ്പിലെ കംപ്ലീറ്റ് പ്രഭുക്കന്മാരായി മാറിയത്. പിന്നീട് ഇവർക്ക് രാജാക്കന്മാർക്ക് ഇഷ്ടമുള്ള ആളുകളെയും എല്ലാം നമ്മുടെ രാജാക്കന്മാരുടെ, പ്രഭുക്കന്മാരുടെ, ജന്മിമാരുടെ കഥ പരിശോധിച്ചാൽ ഇത് തന്നെയായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അവസാനം ഇത് മനസ്സിലാക്കുക. അതായത് ഈ കാട്ടാളവർഗം വരുന്നു, അവരെ ആക്രമിച്ച് കീഴടക്കുന്നു. അന്ന് അവരുടെ കൂടെ നിൽക്കുന്നവരെ അവർ സഹായിക്കുന്നു. അവരെ കൂടെ വന്ന ആളുകൾക്ക് തന്നെ ഈ രാജാവ് ആ സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട്, സൗജന്യമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇവരുടെ അടിമകളായി മാറും. ഇവരെ എതിർക്കാൻ കഴിയില്ല.
പിന്നീട് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ തന്നെ വളർന്നു വരിക, അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവര് ഈ പ്രഭുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയും അവരൊരു ചെറിയ രാജ്യം ഉണ്ടാക്കുകയും അവർ ഇപ്പൊ അന്തർദേശീയ നിയമങ്ങളൊന്നും ഇല്ലാത്തൊരു കാലയളവാണ്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ നമ്മുടെ രാജ്യം ഇപ്പൊ നമുക്കറിയാം അതിർത്തിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നു. അപ്പോൾ ഈ അന്തർദേശീയ നിയമങ്ങൾ ഇല്ലാതിരുന്ന ഒരു സമയത്ത് നോക്കൂ, ഇങ്ങനെ ആക്രമിച്ച് കിടക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തവർ, അവരുടെ കൂടെ നിൽക്കുന്നവര്, അല്ലെങ്കിൽ ഒരു ജനതയെ ചതിച്ചവർ, കൊന്നവര് തന്നെയാണ് ഈ ജന്മിമാരായി മാറിയത്. കേരളത്തിന്റെ കഥയും വ്യത്യസ്തമൊന്നുമില്ല. കേരളത്തിലും ജന്മിമാരുണ്ടായിരുന്നതാണ്. ജന്മിമാരെന്ന് പറഞ്ഞ രാജാക്കന്മാര് അവര് ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ മാർത്താണ്ഡവർമ്മ നമുക്കറിയാം നെയ്യാറ്റിങ്കര ഭാഗത്താണ് ജനിച്ചത്. അദ്ദേഹം വളർന്നു വന്നത് ആറ്റിങ്ങലാണ്, നമ്മുടെ കൊല്ലമ്പുഴ പാലസിലാണ് അദ്ദേഹം വളർന്നു വരുന്നത്. ദത്തെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ഏതാണ്ട് ആലപ്പുഴ മുതൽ, ആലപ്പുഴയല്ല എറണാകുളം മുതൽ, അതിന്റെ ആ പ്രദേശം മുതൽ ഏതാണ്ട് കന്യാകുമാരി വരെയുള്ള പ്രദേശം വാളിന്റെ ബലം കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ബ്രിട്ടീഷുകാരുടെ സഹായം ഉണ്ടായിരുന്നു. അതിന്റെ ചരിത്രം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അന്ന് മാർത്താണ്ഡവർമ്മയുടെ കൂടെ നിന്ന ആളുകളെല്ലാം പിന്നീട് ജന്മിമാരായി മാറി. ഇത് വേറൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. ഈ കേരളത്തിന്റെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. പുരാതനവും ആധുനികവുമായിട്ടുള്ള ചരിത്രമുണ്ട്, അന്നേരത്ത് വരുന്നുണ്ട്. എങ്ങനെയാണ് ജന്മിമാരുണ്ടാകുന്നത്. അല്ലാതെ ഈ ജന്മിമാരൊന്നും സ്വയം ഉണ്ടാകുന്നതല്ല, ജന്മിമാരെ ആക്കുന്നതാണ്. അതായത് കൊല്ലാൻ വരുന്ന ആളിന്റെ കൂടെ അല്ലെങ്കിൽ കൊന്നവന്റെ കൂടെ നിന്നവരാണ് പിൽക്കാലത്ത് ജന്മിമാരായി മാറുന്നത്. അതാണ് ജന്മിമാരുടെ ചരിത്രം. ഇതിനെ ഫ്യൂഡലിസം എന്നാണ് യൂറോപ്പിൽ പറയുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഫ്രാൻസിൽ. അവര് ആദ്യം ഞാൻ പറഞ്ഞു പുരോഹിതന്മാരാണ്, ക്ലർജി. അത് പോപ്പിന്റെ ആയിട്ട് ബന്ധപ്പെട്ടവർ. ക്രിസ്തുമതം പ്രചരിക്കപ്പെട്ടതിന് ശേഷം പോപ്പ്, അതായത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അതോടുകൂടി അത് യൂറോപ്പില് ക്രിസ്തുമതം പരക്കെ ഉണ്ടാവുകയാണ്, പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. അപ്പൊ ഇതുപോലെ റോമാ സാമ്രാജ്യം തകർന്നു പോയപ്പോ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും സ്വാതന്ത്ര്യം നേടുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെല്ലാവരും ഈ രാജാക്കന്മാരുടെ കീഴിലാണ്. അന്നത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് ആര്? പുരോഹിതനും രാജാവും രണ്ടുപേരും ഒരു കണക്കാണ്, ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഒന്നാമത്തെ വിഭാഗത്തിനെ വിളിച്ച പേരാണ്, ഫസ്റ്റ് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലർജി അല്ലെങ്കിൽ പുരോഹിത വർഗം. രണ്ടാമത്തെ വർഗത്തിനെ വിളിക്കുന്ന പേരാണ്, സെക്കൻഡ് സ്റ്റേറ്റ് ഈസ് കാൾഡ് നൊബിലിറ്റി. ആരൊക്കെയാണെന്ന് പറയാം. തേർഡ് എസ്റ്റേറ്റ് ഉണ്ട്, സാധാരണക്കാരുണ്ട്. ഈ ഫസ്റ്റ് എസ്റ്റേറ്റ് ആയിട്ടുള്ള ക്ലർജിക്ക് ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, വിപുലമായ ഭൂമി ഉണ്ടായിരുന്നു. കളക്ടഡ് ദ ടാക്സ് കാൾഡ് ടിദേ ഫ്രം ദ ഫാമേഴ്സ്, കർഷകരുടെ കയ്യിൽ നിന്ന് ഒരു നികുതി പിരിച്ചിരുന്നു. ആ നികുതിയെ വിളിക്കുന്ന പേരാണ് ടിദേ. അതൊരു ആത്മീയ നികുതിയാണ്, ചർച്ചിന് കൊടുക്കാനുള്ള നികുതിയാണ്. എന്നാൽ എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, ഇവർക്ക് 5 പൈസ നികുതി കൊടുക്കണ്ട. controlled higher positions and administrative and military services. Controlled higher positions in administrative and military. ഇതൊരു പുരോഹിതന്മാരാണ്, നിങ്ങൾ മനസ്സിലാക്കൂ. ആത്മീയ കാര്യങ്ങൾ, മനുഷ്യന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നവരാണ്. ഇവർ നിയന്ത്രിച്ചിരുന്നത് ഭരണത്തിലെ ഉന്നതമായ കാര്യങ്ങളെയും അതുപോലെ തന്നെ സൈന്യത്തിൽ പോലും സൈന്യത്തിലെ നിയമനങ്ങളിൽ പോലും ഇടപെടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. ഇവർക്ക് കൊട്ടാരത്തിനകത്ത് വളരെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നികുതി കൊടുക്കണ്ട, ഭൂമി ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതേസമയം അവർ നികുതി പിരിച്ചിരുന്നു. ആ നികുതി അവരുടെ കളക്ടഡ് ടാക്സ് പറയുന്ന പേരാണ് ടിദേ. ഈ നൊബിലിറ്റിയെ കുറിച്ച്, എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, സൈനിക പ്രവർത്തനങ്ങൾ നടത്തും. കളക്ടഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാമേഴ്സ്. നോക്കുക, പുരോഹിതന്മാര് ഫാമേഴ്സിന്റെ വാങ്ങിച്ചിരുന്ന നികുതി നമ്മൾ ടിദേ എന്ന് കണ്ടു. ഇവരും കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി കളക്ട് ചെയ്യും. മേഡ് ഫാമേഴ്സ് വർക്ക് വിതൗട്ട് വേജസ്. ഈ കർഷകര് ശമ്പളം മേടിക്കാതെ പ്രഭുവിന് ജോലി ചെയ്യണം. പ്രഭുവിന്റെ ഫാമില് ഫ്യൂഡലിസം നിങ്ങൾ ഒൻപതിൽ പഠിച്ചിരിക്കും. അവരെ ഈ തരത്തിൽ കാട്ടാളന്മാരുടെ അല്ലെങ്കിൽ മറ്റു പ്രദേശത്തു നിന്ന് വരുന്ന ഈ കാട്ടാളന്മാരെന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ കുറെ ഉണ്ടായിരുന്നു. ആംഗ്ലോ സാക്സൺ പോലും അങ്ങനെയൊക്കെ ആയിരുന്നു, ആക്രമണകാരികളായിരുന്നു. ഗോദ്, വാണ്ടൽസ്, ഹൺസ്, കൂണന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം വർഗം ഉണ്ടായിരുന്നു. പോകുന്ന പ്രദേശങ്ങളെല്ലാം അവിടെയുള്ള ആളുകളെല്ലാം കൊന്നൊടുക്കുക, അവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുക, അവിടെ മുതിർന്ന ആളുകളെല്ലാം കൊല്ലും.
കുട്ടികളെയും സ്ത്രീകളെയും അടിമകളായിട്ട് പിടിക്കും. ഇങ്ങനത്തെ ഒരു വർഗമായിരുന്നു. അപ്പോ collected various taxes from the farmers, made farmers work without wages. 5 പൈസ ശമ്പളമില്ലാതെ ഇവര് ജോലി ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ഫാമേഴ്സ് എല്ലാം ഇവർക്ക് പൈസ കൊടുക്കുന്ന സംരക്ഷണമാണ്. ഏത് സമയത്തുനിന്ന് വേണോ ആക്രമണകാരികളെത്താം. ഒരു കാര്യമില്ല. ഇന്നത് അങ്ങനെ ഇല്ല. ഇന്നങ്ങനെ ആക്രമിക്കാൻ കഴിയില്ല. ലോക രാജ്യങ്ങളൊക്കെ ഇടപെടും. പണ്ട് അങ്ങ് ആരും ചോദിക്കാനും പറയാനില്ല. കരുത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണോ രാജാവാമായിരുന്നു. നിങ്ങളുടെ കൂടെ ഒരു 500 600 ആളുകൾ അല്ലെങ്കിൽ ഒരു 2000 ആളുകൾ, നിങ്ങൾ നോക്കൂ, 25,000 ആളുകൾ, 1,00,000 ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത, നിങ്ങൾ പറഞ്ഞാൽ കൊല്ലും, വെട്ടും, തീ വയ്ക്കും. ഏത് പ്രദേശം വേണോ കീഴടക്കാം, ഏത് രാജ്യം വേണോ ഉണ്ടാക്കാം. അതായിരുന്നു പഴയ ഹിസ്റ്ററി. അതിൽ നിന്നാണ് നമ്മൾ ജനാധിപത്യത്തിൽ നമുക്ക് രാജ്യത്തിന്റെ അതിർത്തിയും ദേശരാഷ്ട്രമൊക്കെ ആയി മാറിയത് ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഇനി ഇവരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നോബിൾസിനും ദേ വെർ ആൾസോ എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്. നികുതി കൊടുക്കണ്ട. അപ്പൊ നികുതി കൊടുക്കാത്ത വർഗമാണ് നേരത്തെ പറഞ്ഞ നൊബിലിറ്റി, ആദ്യം പറഞ്ഞ ക്ലർജി, രണ്ടാമത് പറഞ്ഞ നൊബിലിറ്റി. ഇവർക്കും 5 പൈസ നികുതി കൊടുക്കണ്ട. ലെഡ് ലക്ഷൂറിയസ് ലൈഫ്. ആഡംബര ജീവിതമാണ്. പാർട്ടികൾ, വിരുന്നുകൾ, സൽക്കാരങ്ങൾ, ആർഭാടപൂർവ്വമുള്ള കല്യാണങ്ങൾ, മതപരമായ ആഘോഷങ്ങൾ, ഇതെല്ലാം എന്താണ്? പാവപ്പെട്ടവന്റെ പണം, ഈ അധ്വാനിക്കുന്ന കർഷകന്റെയും കൊള്ള കൊണ്ടുവന്ന മുതലുമാണ് എന്ത് ചെയ്യുന്നത്? ഈ തരത്തിൽ ദൂർത്തടിച്ചിരുന്നത്. ലെഡ് ലക്ഷൂറിയസ് ലൈഫ്, ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. അതുപോലെ തന്നെ ഇവർക്കും എന്തുണ്ടായിരുന്നു? ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിരുന്നു പ്രഭുക്കന്മാരുടെ കയ്യിൽ. അതിലെല്ലാം ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവരുടെ അവസ്ഥ എന്താണെന്ന്. ദയനീയമായിരുന്നു ആ ജനതയുടെ അവസ്ഥ. തേർഡ് സ്റ്റേറ്റ്, ദ മിഡിൽ ക്ലാസ്, മധ്യവർത്തി സമൂഹം. നമ്മളെല്ലാം വരുന്നതിനകത്താണ് മധ്യവർത്തി സമൂഹം. നമ്മൾ കോടീശ്വരന്മാരാണോ? അല്ല. അനിൽ അംബാനിയെ പോലെയാണ് ജീവിക്കുന്നതല്ല. അതേസമയം നമ്മൾ പിച്ചை എടുക്കുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ മധ്യത്ത് വരുന്ന ആളിനെ പറയുന്ന പേരാണ് മിഡിൽ ക്ലാസ്. നമ്മളൊക്കെ സാധാരണ നമ്മളെല്ലാവരും വരുന്നതാണ് മിഡിൽ ക്ലാസ്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ട്രേഡേഴ്സ്, കച്ചവടക്കാരുണ്ടായിരുന്നു. റൈറ്റേഴ്സ്, എഴുത്തുകാരുണ്ടായിരുന്നു. ലോയേഴ്സ്, വക്കീലന്മാരുണ്ടായിരുന്നു. ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ടീച്ചേഴ്സ്, അധ്യാപകരുണ്ടായിരുന്നു. ആൻഡ് ബാങ്കേഴ്സ്, ചില ചെറുകിട ബാങ്കർമാരും ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. അവസാനം വരുന്ന ആളുകളാണ് കർഷകര്, കരകൗശല വിദഗ്ധര്. ലോ സോഷ്യൽ സ്റ്റാറ്റസ്, ഇവർ പ്രഭുവിനെ പോലെയോ പ്രീസ്റ്റിനെ പോലെയോ അല്ല, ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ്. പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്. 2 വിഭാഗത്തിന് നികുതി കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം? നേരത്തെ പറഞ്ഞ ക്ലർജിക്ക് കൊടുക്കണം, ഒപ്പം ആർക്കും കൊടുക്കണം? നോബിൾസിനും കൊടുക്കണം. ഇനി ഇവരുടെ പ്രശ്നങ്ങൾ എന്തായിരുന്നു? നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഭരണകാര്യങ്ങളിൽ യാതൊരുവിധ പങ്കാളിത്തവും ഇല്ല. പെയ്ഡ് ലാൻഡ് ടാക്സ്, നെയ്മിലി തെയിലെ ടു ദ ഗവൺമെന്റ്. ഇവർ കൊടുത്തിരുന്ന ഒരു നികുതി ഉണ്ട്, അതിന് തെയിലെ എന്നാണ് പറയുക. 2 നികുതി ഇവർ കൊടുക്കണമായിരുന്നു. 2 അല്ല 3 നികുതി. ടിതെ കൊടുക്കണമായിരുന്നു. പിന്നീട് ടെയിലെ എന്ന് പറയുന്ന മറ്റൊരു നികുതി. ഒന്ന് ഇങ്ങനെ ഈ പിരിക്കുന്ന നികുതിയെല്ലാം രാജാവിന് തന്നെ നടത്തുന്നത് ത്രൂ ലോഡ്സ്. നോബിളുകൾ പിരിച്ചാണ് ഇവർക്ക് കൊണ്ടുകൊടുക്കുന്നത്. കുറച്ച് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കിട്ടും. ഒന്നുമില്ല, വെറുതെ ഒന്ന് വായിച്ചു നോക്കിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്താണ്? വിച്ച് എസ്റ്റേറ്റ് എൻജോയ്ഡ് ഹയർ സോഷ്യൽ പ്രിവിലേജ് ആൻഡ് സ്റ്റാറ്റസ്. 2 സ്റ്റേറ്റ് അല്ലേ? ഏതൊക്കെയാണെന്ന് പറയുന്നത്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്. ആരൊക്കെയാണ് ഫസ്റ്റിലുള്ളത്? ക്ലർജി. രണ്ടാമതുള്ളത് നൊബിലിറ്റി. പിന്നീട് ടു വിച്ച് എസ്റ്റേറ്റ് ഡിഡ് ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ബിലോങ്. അത് എപ്പോഴും ഓർമ്മിക്കാം. തേർഡ് എസ്റ്റേറ്റ് ആണ്, 3ാമത്തെ സ്റ്റേറ്റിൽ. വിച്ച് സ്റ്റേറ്റ് എക്സ്പ്ലോയിറ്റഡ് ദ കോമൺ പീപ്പിൾ ആൻഡ് അക്യുമുലേറ്റഡ് വെൽത്ത്. 2 വരും. ഏതൊക്കെ എഴുതാം? ഫസ്റ്റും സെക്കൻഡും. വിച്ച് സ്റ്റേറ്റ് ഡിസൈഡ് ടു ചേഞ്ച് ദ സിസ്റ്റം വൈ. ഇതിൽ സ്വാഭാവികമായിട്ട് ഈ സിസ്റ്റം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് സ്റ്റേറ്റ് ആയിരിക്കും? തേർഡ് സ്റ്റേറ്റ് അല്ലേ? അവർക്ക് ഒരു ഈ എന്നും അടിമകളായിട്ട് വെറുതെ ഫ്രീ ആയിട്ട് ജോലി ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരവസ്ഥ. ഈ നമ്മള് കുട്ടികളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ മുതിർന്ന ആളുകളൊക്കെ വീട്ടിൽ പറയുന്നതല്ലേ, രാഷ്ട്രീയം പറയരുത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ വീട്ടുകാരെ നിരുത്സാഹപ്പെടുത്തുകയുള്ളൂ. പക്ഷെ അറിയുക, ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും രാഷ്ട്രീയം ഉള്ളവരായി കഴിഞ്ഞു. നമ്മളൊരു രാജ്യത്താണ് ഒരു രാഷ്ട്രത്തിനകത്താണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവും. അത് നല്ല രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് നിങ്ങൾ കണ്ടെത്തണം. രാഷ്ട്രീയം ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ല. അവിടെ അരാജകത്വമാണ്.
അരാജകത്വം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആക്രമണകാരികളും മറ്റുമൊക്കെ വരും. ഐഡിയോളജീസ് ഇൻസ്പയർ. Various thinkers and streams of thought in France played an important role in making the people aware of the inequalities and exploitation. സാധാരണ ജനം ഇത് അറിയില്ല. തിങ്കേഴ്സ് വരും, ഐഡിയോളജിസ്റ്റുകൾ വരും. They pointed out that the entire society is in a pathetic condition. The third estate was exploited in many ways. They revealed the exploitation to ordinary people. ഈ തേർഡ് എസ്റ്റേറ്റിൽ വരുന്നതിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇലിറ്ററേറ്റ് ആണ്, നിരക്ഷരരാണ്. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ? അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാനുള്ള കഴിവില്ല, അറിയാറില്ല. അപ്പൊ അറിയാൻ സഹായിച്ചത് ഈ പറയപ്പെട്ട തിങ്കേഴ്സ് ആണ്. ലെറ്റ് ലേൺ മോർ അബൌട്ട് ദ തിങ്കേഴ്സ് ആൻഡ് ദ ഐഡിയോളജീസ്. ഹൂ ഇൻസ്പയർഡ് ദ പീപ്പിൾ? ആരായിരുന്നു ഈ ആളുകളെ ഇൻസ്പയർ ചെയ്തത്? ഫസ്റ്റ് തിങ്കർ വോൾട്ടയർ. വോൾട്ടയറിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയണമെന്നുണ്ട്, സമയപരിധിയുണ്ട്, അതുകൊണ്ടാണ്. റെഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. ക്ലർജിയെ അടച്ചാക്ഷേപിച്ച ആളാണ്. പറഞ്ഞു ഇവന്മാര് പണം കൊടുക്കേണ്ട ഒരു കാര്യമില്ല, അതായത് ദൈവത്തിന്റെ ദാസന്മാർക്ക് എന്തിന് ഭൂമി, എന്തിന് സമ്പത്ത്, ഇതൊക്കെയാണ് വോൾട്ടയർ ചോദിച്ചത്. പ്രൊമോട്ടഡ് നാഷണൽ റേഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം. ഞാൻ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മാനവികത, സമത്വം, അതുപോലെ തന്നെ എന്താണ് റേഷണൽ തിങ്കിങ്, യുക്തിപൂർവം ചിന്തിക്കുക. യുക്തിപൂർവം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, ചിന്തയിലകത്ത് റേഷണാലിറ്റി വരിക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു മണ്ടത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് യുക്തി ഉണ്ട്, നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്ത് ആവശ്യപ്പെടും? പ്രൂഫ്. ലെറ്റ് പ്രൂഫ് സ്പീക്ക് ആണ് റേഷണാലിറ്റി, അല്ലേ? ആരായിരുന്നു വോൾട്ടയർ? 2 പോയിന്റ് ഓർമ്മിക്കുക. ഫസ്റ്റ്, റിഡിക്യൂൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി. പുരോഹിത വിഭാഗത്തിന്റെ ചൂഷണത്തെ പരിഹസിച്ചു. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇന്നത്തെ കാലത്തും ചൂഷണത്തിന്, എല്ലാ തരത്തിലുള്ള ചൂഷണവും മതം നിർവഹിക്കുന്നുണ്ട്. ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ റാഷണലായിട്ട് ചിന്തിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിശ്വാസിയായി എന്ന് പറയും. Whenever you become rational, you begin to think scientifically. You demand proofs. ക്ലാസ്സിലാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നതാണ്. ചെറിയ ഉദാഹരണം പറയാം. ജ്യോത്സ്യരെ കാണുന്നവരുണ്ട്, എന്ത് മാസ് ആണ് അവർ പറയുന്നത്, കംപ്ലീറ്റ് കള്ളത്തരമാണ്. ജ്യോത്സ്യർ ഒരിക്കലും പറയില്ല ഇത്രാം തീയതി ഇത്ര മണിക്ക്, അതായത് ഒരു ചെറിയ കാര്യം പറയാം, ഒരു പ്രവചനം പറഞ്ഞാൽ അത് സത്യമാകണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യത വേണം, റേഷണൽ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം. വരുന്ന ജൂലൈ 6 തീയതി കൃത്യം 5 മണി മുതൽ 7 മണി വരെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിനകത്ത് മഞ്ഞ മഴ പെയ്യും. തീയതി വേണം, സമയം വേണം, അങ്ങനെ പ്രവചിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ചോദിക്കണം, അപ്പൊ പറയുന്ന മഴ പെയ്തേക്കാം എന്നൊരു കണ്ടീഷനാണ് അവർ പറയുന്നത്. അതിന്റെ കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ സംഭവിച്ചേക്കാം, അങ്ങനെയല്ല, ഇത്ര മണിക്ക് ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് സ്പെസിഫിക് ആയിട്ട് പറയണം. അതൊരിക്കലും പറയാറില്ല. എല്ലാം അങ്ങനെയാണ്. റേഷണാലിറ്റിയിലോട്ട് നിങ്ങൾ പോകുമ്പോൾ അങ്ങനെയാണ്. വിശ്വാസങ്ങൾ എന്തൊക്കെ വേണോ നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത റൂസോ. ആദ്യം പറഞ്ഞ വോൾട്ടയർ ഫ്രഞ്ച് റവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതായത് ആ സാമൂഹിക സാഹചര്യത്തിനകത്ത് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച എഴുത്തുകാര്, ചിന്തകന്മാരാണ്. അല്ലാതെ ഈ ആ സാമൂഹിക സാഹചര്യം കൂടെ ഒത്തുവരണം, അപ്പോൾ മാത്രമാണ് ഈ ചിന്തകൾ തീവ്രമാവുകയുള്ളൂ. അല്ലാതെ ഇപ്പൊ നമ്മൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇപ്പൊ ദാരിദ്ര്യമില്ലേ, തൊഴിലില്ലായ്മയില്ലേ, പട്ടിണിയില്ലേ, കറപ്ഷൻ ഇല്ലേ? ആരെങ്കിലും, എത്രയോ സിനിമകൾ വരുന്നു അഴിമതിക്കെതിരെ വന്ന സിനിമകൾ, നിങ്ങൾ ഒരുപാടെണ്ണം കണ്ടില്ലേ? നിരവധി സിനിമകൾ വന്നല്ലോ അഴിമതിക്കെതിരെ വന്ന സിനിമകളുണ്ട്. അത് കണ്ടൊന്നും ആരും വാളെടുക്കുക, ഫോർ ദ പീപ്പിളും ബൈ ദ പീപ്പിളും ഒക്കെ ചെയ്ത് കാണിച്ചില്ലേ? ആരും ഇൻസ്പയർഡ് അല്ല. അത് ഇൻസ്പയർഡ് ആവണമെങ്കിൽ അതുപോലുള്ള സാമൂഹിക സാഹചര്യവും ഉണ്ടായി വരണം. ഫ്രാൻസിന്റെ സാമൂഹിക സാഹചര്യം അതായിരുന്നു. ഈ എഴുത്ത് വായിക്കുന്ന ആളുകളെല്ലാം ആവേശം കൊള്ളുകയായിരുന്നു.
spelled out the importance of freedom with the statement, man is born free, but everywhere he is in chains. മനുഷ്യൻ എല്ലാ സ്ഥലങ്ങളിലും സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു, എന്നാൽ അവൻ നിരന്തരം ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞ ചിന്തകനാണ് റൂസോ. ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് തോന്നുന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാലും നമുക്കുണ്ട് കുറേയധികം സ്വാതന്ത്ര്യമുണ്ട്. എഴുതാനും വായിക്കാനും പ്രസംഗിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം, നിയന്ത്രണങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്. പക്ഷെ ഈ പറയുന്ന സമയത്ത് ഒരു സ്വാതന്ത്ര്യമില്ല. എന്നിട്ട് റൂസോ പറഞ്ഞു മനുഷ്യൻ ജനിക്കുന്ന സ്വതന്ത്രനായിട്ടാണ്, എന്നാൽ എല്ലായിടങ്ങളിലും അവൻ ചങ്ങലകളിലാണ്. ഇതിന് എക്സാമിനേഷൻ ഓറിയന്റഡ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് ഹൂ സെറ്റ് എന്ന് ചോദിക്കും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻസ്. ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ. മറ്റൊരു സ്റ്റേറ്റ്മെന്റ് അന്ന് ഞെട്ടിപ്പോയ രാജാക്കന്മാരൊക്കെ ഞെട്ടിത്തരിച്ച, പുരോഹിതന്മാരൊക്കെ ഞെട്ടിത്തരിച്ച ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അദ്ദേഹം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞതാണ് ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ. പരമാധികാരി ജനങ്ങളാണ്. പറഞ്ഞല്ലോ, ആരാണ് രാജാവ് എന്ന് ചോദിച്ചാൽ ജനങ്ങളാണ് രാജാക്കന്മാർ, നമ്മളാണ് അധികാരികൾ എന്ന് ഉദ്ബോധനം ചെയ്ത ആളാണ് അദ്ദേഹം. ഇനി ഒരാളോടുണ്ട്, മോണ്ടസ്ക്യൂ. മോണ്ടസ്ക്യൂവിന്റെ പ്രത്യേകത, ഹി വാസ് എ മാൻ ഓഫ് ഡെമോക്രസി, എൻകറേജ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്. തെരഞ്ഞെടുത്ത ഭരണം വേണം, ജനാധിപത്യം വേണം. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ഭരണ രീതി മാത്രമല്ല, ഒരു ജീവിത രീതി കൂടിയാണ്. എല്ലാ മേഖലകളിലും നമുക്ക് ജനാധിപത്യം വേണം. ഒരുപാട് നിർവചനങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും നല്ല നിർവചനം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി. അതൊക്കെ എബ്രഹാം ലിങ്കന്റെ വലിയ നിർവചനങ്ങളാണ്. അതായത് നിങ്ങളുടെ ക്ലാസ്സിനകത്ത് 50 ആളുകളാണ് മൊത്തം ഉള്ളത്, ആകെ 12 പെൺകുട്ടികളുണ്ടെന്നിരിക്കട്ടെ. ആ 12 പെൺകുട്ടികൾക്കും നിങ്ങൾക്കുള്ള അതേ അവകാശങ്ങൾ നൽകുന്നതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവനോടുള്ള കരുതൽ തന്നെയാണ് ജനാധിപത്യം, അന്യനോടുള്ള കരുതലാണ് ജനാധിപത്യം, അല്ല വോട്ടടക്കം മാത്രം അല്ല. ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക് സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഇൻടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇതാണെന്ന് നമ്മൾ ലോകം അംഗീകരിച്ചുള്ള കാര്യം. ഇതൊക്കെയാണ് ഭരണത്തിനെ 3ആയിട്ട് തരംതിരിക്കും. അധികാരത്തിനെ ഏതൊക്കെയായിട്ടാണെന്ന് പറയുന്നത്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമ നിർമ്മാണ സഭ. അടുത്തത് എന്താണ്? എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. ആൻഡ് ഫൈനലി ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം. അങ്ങനെയാണ് അധികാരം. ഇത് നേരത്തെ എല്ലാം രാജാവിന്റെ കയ്യിലാണ്. രാജാവ് തന്നെ ലെജിസ്ലേറ്റർ, രാജാവ് തന്നെ എക്സിക്യൂട്ടീവ്, രാജാവ് തന്നെ ജുഡീഷ്യറി. നിയമം ഉണ്ടാക്കുന്ന രാജാവ്, നടപ്പിലാക്കുന്ന രാജാവ്, ശിക്ഷിക്കുന്ന രാജാവ്, ഒക്കെ രാജാവ്. അതുപോലെ എന്ന് കണ്ടില്ലേ നമുക്ക് കോടതികൾ, നിയമനിർമ്മാണ സഭ, കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പഞ്ചായത്തിലും വരെ വരുന്നില്ല. അധികാരം ഇങ്ങനെ മാറണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ ആളുടെ പേരാണ് മോണ്ടസ്ക്യൂ. ഇന്ന് ലോകം മൊത്തം അംഗീകരിച്ചതാണ്. ഈ തേർഡ് എസ്റ്റേറ്റ് ടേക്ക് ദ ലീഡ്. ഈ 3ാമത്തെ തട്ട് നേതൃത്വത്തിലേക്ക് വരുന്നു. The luxurious life and squalor of the Bourbon kings, clergy and the lords, and the frequent wars they waged, along with the frequent spells of drought and crop failure, brought France to a brink of bankruptcy. സാമ്പത്തികമായ കടബാധ്യതകളിൽ മുങ്ങിത്താഴുകയായിരുന്നു ഫ്രഞ്ച് സമൂഹം. ഇതിന് കാരണം സാധാരണക്കാരല്ല. ലക്ഷറിയസ് ലൈഫ് ആൻഡ് സ്ക്വാണ്ടർ, ആഡംബരപൂർവ്വ ജീവിതവും ധൂർത്തും. ബൂർബൻ രാജാക്കന്മാർ എങ്ങനെയായിരുന്നു? പുരോഹിതന്മാർ ഒട്ടും മോശമായിരുന്നില്ല, അതിനെ കടത്തി വെട്ടുന്ന പ്രഭുക്കന്മാർ. അതുപോലെ തന്നെ ഇവർ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ വ്യാപ്തി കൂട്ടാനും ചെറിയ കാര്യങ്ങൾക്ക് പോലും അയൽരാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്തിരുന്നു. ഒപ്പം ക്രോപ്പ് ഫെയിലുവർ, കൂടെ ഉണ്ടാകുന്ന വിളനാശം. France in the brink of bankruptcy, the financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis of France. നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്. അമേരിക്കയിൽ കോളനി വാഴ്ചക്കെതിരെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിന് ആവശ്യമായിട്ടുള്ള പണം ഖജനാവിൽ നിന്ന് ഫ്രഞ്ച് ഗവൺമെന്റ് നൽകുന്നു. പക്ഷെ ഫ്രഞ്ച് ഗവൺമെന്റ് ആ പണം നൽകുമ്പോൾ അതിനനുസരിച്ച് ഫ്രഞ്ച് ഗവൺമെന്റ് ദാരിദ്ര്യത്തിലോട്ട് വീണു. അതായത് വലിയ ആള് കളിക്കാൻ വേണ്ടി പണം എടുത്ത് നാട്ടുകാർക്ക് കൊടുത്താൽ നമ്മളെ നശിക്കുമെന്ന് മലയാളം. ഇതാണ് സംഭവിച്ചത്.
അവരെന്ത് ചെയ്തു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ആ കോളനിക്കാർക്ക് സഹായം നൽകി. കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ഇവരുടെ പൊതുശത്രുവാണ്. എല്ലായ്പ്പോഴും ബ്രിട്ടനുമായിട്ട് യുദ്ധത്തിലായിരുന്നു. അപ്പൊ ബ്രിട്ടൻ ഒരു ആപത്ത് വരുന്നവർക്ക് നല്ലതാണ്. അല്ലെ, ഇവർക്കും കോളനികളിൽ കണ്ണുണ്ടായിരുന്നു, അത് വേറെ കാര്യം. To levy new taxes upon commoners, Louis XVI summoned the State General, the Legislative Assembly of the Representative, from all the three estates. അപ്പോ ഈ സാമ്പത്തികമായ ബാധ്യത മാറാൻ ലൂയി 16 ഫ്രഞ്ച് പാർലമെന്റ് വിളിക്കുകയാണ്. അതിന് വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ജനറൽ. വിളിച്ചു. 3 സ്റ്റേറ്റും വരും അതിനകത്ത്. ഇൻ 1789 1789 വിളിക്കുന്നു. Similar to the French society, the State General also had 3 estates. ഫ്രഞ്ച് സമൂഹം പോലെ തന്നെ ഇതിനകത്ത് 3 എസ്റ്റേറ്റും ഉണ്ട്. പ്രഭുവുണ്ട്, പുരോഹിതനുണ്ട്, സാധാരണക്കാരുണ്ട്. Traditionally, each estate would vote as a group and had a one vote. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പുരോഹിതൻ, പ്രഭു, സാധാരണക്കാരൻ. ഇത് 3 എസ്റ്റേറ്റുകളാണ്. ഈ ഓരോ എസ്റ്റേറ്റിനെയും ഓരോ ഗ്രൂപ്പായിട്ട് കണ്ട് ഓരോ വോട്ടാണ്. അപ്പൊ എപ്പോഴും ഭൂരിപക്ഷം ആർക്കേ വരൂ? അവന്മാർ രണ്ടുകൊണ്ട് ഒരുമിച്ച് ചേർന്നാൽ 3-2 വരെ വരൂല്ലേ? അപ്പൊ തേർഡ് എസ്റ്റേറ്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിനെയും തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയും. കാരണം അവര് ഗ്രൂപ്പ് ആകുമ്പോൾ അവര് രണ്ടും ഇവരൊന്നുമായി മാറും. ഇത്തവണ 1789 കളി മാറുകയാണ്. As a result, the nobility and the clergy could always overrule the third estate whenever they wanted to eradicate a law or a suggestion suggested by the third estate. The first and the second estate come together and vote against the third estate. Okay, clear? Third estate. The first 2 estates argued for estate-wise single voting system, while the third estate, the commons demanded individual vote for each member of all 3 estates. അവര് പറഞ്ഞു, ഞങ്ങള് ഗ്രൂപ്പായിട്ട് ഫസ്റ്റ് സെക്കൻഡ് എസ്റ്റേറ്റുകൾ പറഞ്ഞെന്നാണ്, ഈ വ്യവസ്ഥയ്ക്ക് മാറ്റം വരണ്ട, ഒരു തന്നെ നിന്നോട്ടെ, നമ്മള് ഗ്രൂപ്പായിട്ടുള്ള വോട്ട് മതി. തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു പോരാ, ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് വരണം. അതാണ് പ്രശ്നം. അതൊരു ജനാധിപത്യ രീതിയാണ്. ഇത് സമ്മതിക്കുമോ? നോക്കൂ, സ്റ്റേറ്റ് ജനറലിനകത്ത് ദ ഫസ്റ്റ് എസ്റ്റേറ്റ് 285 ആളുകളുണ്ട്. ദ സെക്കൻഡ് എസ്റ്റേറ്റ് 308 ആളുകൾ. ദ തേർഡ് എസ്റ്റേറ്റ് 621. അപ്പൊ യുവമാര് രണ്ടുപേരും കൂടെ ചേർന്നാലും ഇവരുടെ കൂടെ എത്തില്ല. ഭൂരിപക്ഷം തേർഡ് എസ്റ്റേറ്റിനെ വരൂ. അതുകൊണ്ട് ഒരിക്കലും ഇതിനെ അവർ അംഗീകരിക്കില്ല. While the arguments went on, the members of the third estate declared themselves as the National Assembly of France. ഞങ്ങളാണ് ജനങ്ങൾ. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 1000 വർഷത്തിന് മുമ്പ് 1789 കാലയളവിൽ ഇവരെന്ത് ചെയ്തു? ഈ തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു, പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജനങ്ങളിൽ നിന്ന് വരുന്ന നമ്മളാണ് സ്റ്റേറ്റ് ജനറൽ. National Assembly of France, they assembled in the tennis court nearby. അപ്പൊ എന്ത് ചെയ്തു? While the arguments went on, the member of the third estate declared themselves as the National Assembly of France. They assembled in the tennis court nearby and swore not to leave until they had framed the Constitution of France. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിച്ചല്ലാതെ നമ്മൾ ഈ ടെന്നീസ് കോർട്ടിൽ നിന്ന് പിരിഞ്ഞു പോവില്ല. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഏതിൽ വരുന്നു? ടെന്നീസ് കോർട്ടിലേക്ക് വരുന്നു. ആരാണ് വന്നത്? തേർഡ് എസ്റ്റേറ്റ് ആണ് വന്നത്. അവരെന്തിനാണ് അവിടെ കൂടിയിരിക്കുന്നത്? തേർഡ് എസ്റ്റേറ്റിനെ വിളിക്കുന്ന പേരെന്താ? സ്റ്റേറ്റ് ജനറൽ ഞങ്ങളാണ്. we are going to make a constitution for France. This event is known as the tennis court oath. ഇതിനെ ഞങ്ങൾ ഭരണഘടന ഉണ്ടാക്കിയിട്ടേ ഇവിടുന്ന് പോകൂ എന്ന് ആ തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾ പ്രതിജ്ഞ എടുത്ത സംഭവത്തിന് പറയുന്ന പേരാണ് ടെന്നീസ് കോർട്ട് ഓത്ത്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ വാച്ചിങ്, താങ്ക് യു.